പോക്ക് പോവുകയാണെങ്കിൽ റാഫിന്യ ഒരു കലക്കും ബായ്സയിൽ അല്ലേ? കാരണം എന്താണ് അദ്ദേഹം ബായ്സയിൽ കാണിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം ബാഴ്സലോണയെ എത്ര ഇഷ്ടപ്പെടുന്നു എന്നുള്ളതൊക്കെ ഇന്നലത്തെ ഈ ഒരു ബെനഫിക്ക കേക്ക് മത്സരശേഷം തന്നെ അദ്ദേഹം പറഞ്ഞത് കൊണ്ടും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കൊണ്ടൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. മുന്നേയും അദ്ദേഹം ബാഴ്സലോണയെ പുകഴ്ത്തി പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ബാഴ്സലോണയുടെ ഷർട്ടിനും ബാഡ്ജിനും വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും, ബാഴ്സലോണയ്ക്ക് വേണ്ടിയിട്ട് കൊല്ലാനും മരിക്കാനും ഞാൻ തയ്യാറാണ്. ഒരു താരം ക്ലബിനെ അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പറയാൻ കഴിയുന്നത്, അല്ലെങ്കിൽ അവരും ക്ലബിന് വേണ്ടി കളിക്കുന്നത് അത്രയും ഇഷ്ടപ്പെടുന്നത് കൊണ്ടല്ല അങ്ങനെ പറയുന്നത്. ബാഴ്സലോണയെ അത്രയും ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ഈ ടീമിൽ ഞാൻ അഭിമാനിക്കുന്നു, ബാഴ്സലോണയിലായതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഈ ടീമിന് വേണ്ടിയിട്ട് എനിക്ക് കൊല്ലാനും മരിക്കാനും ഒക്കെ കഴിയുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും ബെനഫിക്കക്കെതിരെ മികച്ച പെർഫോമൻസാണ് ബാഴ്സലോണയുടെ മൊത്തം ഭാഗത്തു നിന്നൊക്കെ കിട്ടിയത്. അതുപോലെ ലെവൻഡോസ്കി, റാഫിന്യ പോലുള്ള താരങ്ങളൊക്കെ കളം നിറഞ്ഞ് കളിച്ചു. ആദ്യ പകുതിയിൽ 3-1 സ്കോറിന് പിറകിൽ നിന്ന ടീമാണ് പിന്നീട് 4-5 തിരിച്ചു വന്നത്. നമുക്കറിയാം ബാഴ്സലോണ മുന്നിൽ തിരിച്ചുവരവ് വന്നത് PSG-ക്കെതിരെ നെയ്മറും മെസ്സിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്. അതിനൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഒരു തിരിച്ചുവരവ് അവർ നടത്തിയത്. ലെവൻഡോസ്കിയുടെ 2 ഗോളുകളും റാഫിന്യയുടെ 2 ഗോളുകളും, വിജയ ഗോൾ അവസാനം റാഫിന്യയുടെ വക. ഏതായാലും കിടു മത്സരം, അടിക്കുക തിരിച്ചടിക്കുക. ആ ഒരു മത്സരം കണ്ടവർക്കൊന്നും ഒരു സമയനഷ്ടം ഇല്ല. അത്രക്കും മികച്ച പെർഫോമൻസ്. 30 മത്സരങ്ങളിൽ 22 ഗോളുകളും 11 അസിസ്റ്റുകളും റാഫിന്യയുടെ നേട്ടം ഈ സീസണിൽ ബാഴ്സലോണക്ക് വേണ്ടിയിട്ട്. എന്താണ് ഇതിനപ്പുറം ചെയ്യാനാകും ഒരു ക്ലബിന് വേണ്ടിയിട്ട്? പക്ഷേ ബാഴ്സലോണയിൽ കളിക്കുന്ന ഈ ഒരു കളി അദ്ദേഹം ബ്രസീലിന് വേണ്ടിയിട്ടും കൂടി തുടരണം എന്നുള്ള അഭിപ്രായങ്ങളുണ്ട് ഇതിൻ്റെ പോസ്റ്റുകൾക്കൊക്കെ അടിയിൽ. ബ്രസീലിന് വേണ്ടിയിട്ട് ഇപ്പോൾ അവസാന മത്സരങ്ങളിലൊക്കെ അദ്ദേഹം കിടുവായിട്ട് കളിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി ബെറ്ററായിട്ട് പെർഫോം ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ലെവലിൽ ബ്രസീലിന് വേണ്ടിയിട്ട് ഇതേ ലെവൽ ബാഴ്സയിൽ കളിക്കണം എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം മികച്ച ഫോമിൽ തന്നെയാണ്, ബ്രസീലിലും ഈ ഒരു ഫോം തുടരും എന്നാണ് പ്രതീക്ഷിക്കുക. കൂടെ വിനീഷ്യസ് ജൂനിയർ ഉണ്ട്, അതുപോലെ നെയ്മർ ജൂനിയറുടെ തിരിച്ചുവരവും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ 3 പേരും തമ്മിലുള്ള കൂട്ടുകെട്ട് മതി ബ്രസീലിൻ്റെ മുന്നേറ്റ നിര ഒന്ന് ശക്തിപ്പെടുത്താൻ. ഒന്ന് സെറ്റായാൽ മതി. നെയ്മർ പറഞ്ഞ മാതിരി തന്നെ മികച്ച ടീമുണ്ട്, മികച്ച താരങ്ങളുണ്ട്. ആ ടീം ഒന്ന് ലെവലാക്കേണ്ട കാര്യമുള്ളൂ എന്ന് നെയ്മർ ഇപ്പോൾ ആ റൊമാരോയുമായിട്ട് സംസാരത്തിൽ പറഞ്ഞു. നമ്മൾ ഒന്ന് സെറ്റാക്കേണ്ട ഒരു സന്ദർഭം മാത്രമേ ഉള്ളൂ ബ്രസീലിൽ. ഏതായാലും റാഫിന്യ കിടു ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മികച്ചൊരു വിജയമാണ് അവർ ബെനഫിക്കക്കെതിരെ ചാമ്പ്യൻസ് ലീഗിൽ വിജയിച്ചത്. റാഫിന്യയുടെ 2 ഗോള്. അദ്ദേഹം ബാഴ്സലോണക്ക് വേണ്ടിയിട്ട് കൊല്ലാനും മരിക്കാനും ഒക്കെ തയ്യാറായി നിൽക്കുന്ന ഒരു താരമാണ്. ഒരു ക്വാളിറ്റി ഉള്ള താരം, അല്ലെങ്കിൽ ബാഴ്സലോണയെ അത്രയേറെ ഇഷ്ടപ്പെടുന്ന ഒരു താരം.